ിന്റെ ചരിത്രത്തിലെ ആലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ദിവസമായി ഈ ദിവസത്തിന് നമുക്ക് കണക്ക് കൂട്ടാം. അൽഹംദുലില്ലാഹ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള 3 ഗ്രന്ഥങ്ങളാണ് ഇവിടെ ശൈഖുന കുമ്പോൾ തങ്ങൾ ഉസ്താദിൻ്റെ പവിത്രമായ ഹസ്തങ്ങളാൽ പ്രകാശനം ചെയ്തിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ കിതാബാണ് തഹ്വീറുൽ ഇൻസ് അൻ തഹ്വീരിൽ ജിൻസ് എന്ന് സ്വതന്ത്ര ചിന്തകളിലേക്ക് ലോകം എത്തി നോക്കുന്ന, പലരും അത്തരത്തിലുള്ള വഴികൾ സ്വീകരിക്കുന്ന, ഇസ്ലാം അത്തരത്തിലുള്ളതിനെ കുറിച്ച് നിസ്സാരപ്പെടുത്തുന്നു, മൂന്നാമത്തെ ജെൻഡർ ഇസ്ലാം ഇവിടെ പറയുന്നില്ല, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇസ്ലാമിലില്ല എന്നുള്ള ചില വാദങ്ങളൊക്കെ പലരും ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയേണ്ട, മറുപടി പറയേണ്ട ഏറ്റവും വലിയ ദൗത്യം ഉലമാഇനുള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തോക്കി ഉസ്താദ് അവറുകൾ കാലത്തിൻ്റെ പ്രസക്തിയായിട്ടുള്ള അത്രയും ചിന്തകളിലേക്കുള്ള പ്രചരണങ്ങളിലേക്കുള്ള മറുപടി എന്ന് പറയാം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള വീക്ഷണങ്ങൾ വളരെ വിശദമായി മാഷാ അല്ലാഹ് വിവിധ കിതാബുകളുടെ നക്കലുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് അവറുകൾ തഹ്വീറുൽ ഇൻസ് അൻ തഹ്വീരിൽ ജിൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ആദ്യം തുടങ്ങുന്ന ഭാഗം തന്നെ അജ്സാദുന ലൈസത്ത് മിൽക്കല്ലന, നമ്മുടെ ശരീരങ്ങൾ നമ്മുടെ മിൽക്കല്ല എന്ന ഹെഡിങ്ങിലൂടെയാണ്. അത് തന്നെ വായിക്കുന്ന ആളുകൾക്ക് ആ കിതാബിന്റെ ആശയവും അസല് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടും, അതേപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സുഹൈഹുൽ ബുഖാരിയിലുള്ള ഖത്ലുൻ നഫ്സ്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഹദീസിനെ ഷറഹ് പറഞ്ഞുകൊണ്ടുള്ള ഫത്ഹുൽ ബാരിയുടെ ഇബാറത്തുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല, നമ്മുടെ മിൽക്കല്ല എന്നും നമുക്കതിൽ നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ല എന്നുമുള്ള വിശദീകരണങ്ങൾ നടക്കുന്നത്. അതേപോലെ ഇവിടെ അല്ലാഹു തആല ആണും പെണ്ണെന്ന 2 വിഭാഗങ്ങളെ മാത്രമേ പടച്ചിട്ടുള്ളൂ, മൂന്നാമത്തൊരു സ്വതന്ത്രമായ ഒരു ജിൻസിന് അല്ലാഹു തആല പടച്ചിട്ടില്ല എന്ന ആ ഒരു ആശയം ഖലഖല്ലാഹുൽ ഇൻസാന സൗജൈൻ വഅന്നഹു ഖലഖസ് സൗജൈനി അദ്ദക്കറ വൽ ഉൻസ എന്ന ആയത്തിന്റെ വിശദീകരണം ഉസ്താദ് അവറുകൾ ആ കിതാബിൽ നൽകുന്നുണ്ട്. പിന്നെ ഹുൻസ എന്ന വിഭാഗമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത് പ്രത്യേകമായി മൂന്നാമത്തെ വിഭാഗം മുസ്തഖില്ലായി പറയാൻ പറ്റാത്ത വിഭാഗമാണ്. ഹുൻസക്ക് ഒന്നിരിക്കലോ ആണായിരിക്കും അല്ലെങ്കിൽ പെണ്ണായിരിക്കും. രണ്ടിനും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിന് ഹുൻസൽ മുഷ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള വിശദീകരണമാണ് പിന്നീട് നടക്കുന്നത്. ആരാണ് ഹുൻസയും ഹുൻസൽ മുഷ്കിലും? രണ്ടും രണ്ടാണെന്നും രണ്ടാളുകളുടെ വിധികൾ വേറെ വേറെ തന്നെ വരുമെന്നും ആ കിതാബിൽ കാണാൻ കഴിയും. ഈ കിതാബിന്റെ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കിയത്, ഒരു അസ്ലിയായ മസ്അല പറയുമ്പോൾ അതിന് ഒരു വേറെ മസ്അല പറഞ്ഞുകൊണ്ട് ആ മസ്അലയിലൂടെ അസ്ലിയ മസ്അലയിലേക്കുള്ള സൂചനയാണ് ഉസ്താദ് അവർ നൽകിയിട്ടുള്ളത്. അതിന് തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മസ്അലക്കുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരവെന്ന നിലക്ക് അവിടെ ഹുൻസയായിട്ടുള്ള പശുവിനെ ഉദ്ഹിയ്യത്തായി കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അത് കൊടുക്കാൻ പറ്റും. അതിനെ ഇല്ലത്തായി മഹാനവറുകൾ പറയുന്നത് ലിഅന്നഹു ദകറുൻ ഔ ഉൻസ, അത് ഒന്നിരിക്കലോ ആണായിരിക്കും അല്ലെങ്കിൽ പെണ്ണായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള മറുപടിയാണ്. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ വിഭാഗമില്ല. ഹുൻസയായാലും അതിന് ഇത്ര അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒന്നിരിക്കലോ ആണ് എന്ന് വിധിക്കാം അല്ലെങ്കിൽ പെണ്ണെന്ന് വിധിക്കാമെന്ന് ഈ കിതാബിൽ
വിവിധങ്ങളായ കിതാബുകൾ ഇബാറത്തുകളെ കൊടുത്തുകൊണ്ട് ഉസ്താദ് അവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അശ്ബാഹു വൻ നളാഇരിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായ 12 അടയാളങ്ങൾ, ഒരു ഖുൻസ എങ്ങനെയാണ് ആണായി നിർണയിക്കുക, ഒരു ഖുൻസ എങ്ങനെയാണ് പെണ്ണായി നിർണയിക്കുക എന്ന വിശദമായ മാഷാ അല്ലാഹ് പണ്ടത്തെ നമ്മുടെ ഉലമാഇന്റെ ആ ദീർഘമായ വീക്ഷണയും ചിന്തയും അത് എത്രമാത്രം വലുതായിരുന്നു എന്ന് ഈ കിതാബുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ മനുഷ്യൻ അദ്ദേഹം ജെൻഡർ മാറ്റം ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഹുക്കുമുകൾ ഉസ്താദ് അവറുകൾ വിവിധങ്ങളായ ആയാത്തുകൾ പറഞ്ഞ് 10 ഹദീസുകൾ അത് പാടില്ല എന്ന് പറയാൻ തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തിൽ ആ തബ്ദീൽ അലി ഖൽഖില്ല എന്നുള്ളതാണ്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആരോളം തഫ്സീറുകൾ ഉസ്താദിന് കൊടുക്കുന്നുണ്ട്. അതിലൂടെ പാടില്ല എന്നുള്ളത് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഉലമാഇന്റെ വിവിധങ്ങളായ ഖൗലുകൾ, ഉലമായിലെ പ്രഗൽഭന്മാരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉണ്ട്, ബദ്റുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു, അതേപോലെ ഖസ്തലാനി റഹ്മഹുല്ലാഹ്, ഇമാം മുനാബി തുടങ്ങിയിട്ടുള്ള, ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ ഖൗലുകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ജെൻഡർ മാറ്റം അത് ഔലവിയായ ഖിയാസ് കൊണ്ട് പാടില്ല എന്നും അതിന് ഏറ്റവും തെളിവായി പറഞ്ഞത് വിവിധങ്ങളായ ഹദീസുകളിലുള്ള വിഷയങ്ങളാണ്, ഹുക്കുമുകളാണ്. ഹിസാ പോലോത്ത, തഹന്നുസിനെ പോലോത്ത, ഖിലാബിനെ പോലോത്ത, മൊയിലാഞ്ചിടലും പെണ്ണായി നടിക്കലും പെണ്ണിന്റെ വസ്ത്രം ഒക്കെ ഒരാൾ ധരിക്കലൊക്കെ പാടില്ല എന്ന് പറയുന്ന ഹദീസുകൾ സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ ശറഹുകളെ പറഞ്ഞുകൊണ്ട് അതിലൂടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഔലവിയായ ഖിയാസ് കൊണ്ട് ഈ ഒരു മനുഷ്യൻ, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് അദ്ദേഹത്തിന്റെ ജെൻഡർ മാറ്റാൻ പറ്റൂല എന്നുള്ളതിന് തെളിവായി ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ ഒരാൾക്ക് പ്രകൃതിയാൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ പെണ്ണിന്റെ സ്വഭാവം ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ട്, ആണിന്റെ സ്വഭാവം ഒരു പെണ്ണിനുണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഇസ്ലാം എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടത്, ചികിത്സിക്കൽ നിർബന്ധമാണോ അല്ലേ എന്ന വിഷയം. അതേപോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കോലം മാറ്റപ്പെട്ടാൽ, ഒരു മനുഷ്യൻ മൃഗമായി മാറി, ഒരു മനുഷ്യൻ കല്ലായി മാറിയാൽ എന്തു ചെയ്യും, അദ്ദേഹത്തിന് എന്ത് ഹുക്കുമാണുള്ളത്, കല്ലായി മാറിയാൽ അതിന്റെ ശേഷമുള്ള ഹുക്കുമാണോ അല്ല അതിന്റെ മുമ്പുള്ള ഹുക്കുമാണോ എന്നുള്ള വിഷയം അവിടെ വസ്വിയായ നിലക്കും ദാത്തിയായ നിലക്ക് വിവിധങ്ങളായ 2 ഹുക്കുമുകളുണ്ട്. ആ ഹുക്കുമുകളെ മാഷാ അല്ലാഹ് ഉസ്താദ് അവറുകൾ വളരെ വിശദമായി കിതാബുകളെ ഉദ്ധരണികളെ കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഒരു ആണ് ചികിത്സയിലൂടെ പെണ്ണായി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഹുക്കും എന്താണെന്ന് പറയുന്ന അവിടെ ആ ആളെ കുറിച്ച് എന്താണ് പറയൽ, അറബിയിൽ ഫിഖ്ഹിന്റെ ഭാഷയിൽ എന്താ പറയൽ, മംസൂഖ് എന്ന് പറയലാണോ മംസൂഹ് എന്ന് പറയലാണോ? മംസൂഖിന്റെ വിധി വേറെയാണ്, മംസൂഹിന്റെ വിധി വേറെയാണ്. ഇയാളെ കുറിച്ച് മംസൂഹ് എന്നാണ് പറയല്, മംസൂഹിന്റെ വിധി എന്താണെന്ന് ഈ കിതാബ് വളരെ വിശദമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഭർത്താവായ ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാണ് കല്ലായി മാറിയാൽ, ജാമിദായ വസ്തുവായിട്ട് മാറിയാൽ അദ്ദേഹത്തിന്റെ ഹുക്കും എന്ത്? ഇനി ജാമിദായാൽ തന്നെ അദ്ദേഹത്തിന്റെ പകുതി ഭാഗം ജീവനുണ്ട്, പകുതി ഭാഗം ജീവനില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ വിധി എന്ത്? ഇങ്ങനെ തുടങ്ങി ഒരു സമ്പൂർണമായി ഒരു ആഴമായ ചിന്തകളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ഉലമാ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ അത്തരത്തിലുള്ള പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ എത്തിക്കുന്ന, ഫിഖ്ഹിന്റെ കിതാബുകളിലേക്ക് നമ്മുടെ മനസ്സുകൾ എത്തിക്കുന്ന വളരെ വിശദമായ വിവരണം ഉസ്താദ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു മനുഷ്യൻ നായയായിട്ട് മാറിയാൽ അദ്ദേഹത്തിന് എന്തിന്റെ ഹുക്കുമാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നായ മനുഷ്യനായിട്ട് മാറിയാൽ. അതേപോലെ ഒരു നാട്ടിലെ ഹുൻസ ഉണ്ടായി, ആ ഹുൻസൽ മുഷ്കിലാണ്, ഏതാണെന്ന് അറിയാൻ വേർതിരിയാൻ ആ ഹുൻസക്ക് കഴിഞ്ഞിട്ടില്ല ആ കാലം വരെ. എങ്കിൽ ആ ഹുൻസയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ വിധി എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ആ ഹുൻസയുടെ ഹജ്ജിന്റെ കർമ്മം എങ്ങനെയാണ്, ഉംറയുടെ കർമ്മം എങ്ങനെയാണ്, ആ ഹുൻസയുടെ നിസ്കാരത്തിന്റെ വിധി എങ്ങനെയാണ്? ഇതൊക്കെ പറയുന്ന ഈ കാലത്ത് ഒരു മഹലിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പലപ്പോഴും ഉത്തരം പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഗഹനമായ ഖഫിയായ ചർച്ചകളിലേക്ക് ഉസ്താദ് അവറുകൾ ഈ കിതാബിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഉലമാ ഇത് ഓതിരിക്കൽ ചെറിയ കിതാബാണ്, പക്ഷെ ആയിരക്കണക്കിന് മസലകൾ അതിലുണ്ട്. ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല ഇൽമിൽ വലിയ നഹ്വ് ചെയ്യട്ടെ. അതിന്റെ ശൈലിയും മാഷാ അല്ലാഹ് ഭാഷാ ശൈലിയും അതിന്റെ ഘടനകളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫോൺസുകളൊക്കെ ബോൾഡ് ചെയ്തുകൊണ്ട് അതിന്റെ വിവരണങ്ങളൊക്കെ ആർക്കും മനസ്സിലാകുന്ന നിലക്കുള്ള ഇബാറത്തുകൾ വെച്ചുകൊണ്ടാണ് ഉസ്താദ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മൊയിലാരായിട്ടുള്ള ഏതൊരാൾക്കും ആ കിതാബ് വായിച്ച് ഓതി മനസ്സിലാക്കാൻ അത് പ്രയാസമാകൂല എന്നാണ് എൻ്റെ അഭിപ്രായം.
അള്ളാഹു എല്ലാവർക്കും അത് മുതാല ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്തായാലും ഉസ്താദിന്റെ അടുത്ത് അതിനെ കന്നഡത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഉസ്താദ് തന്നിട്ടുമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത കാലത്തായിട്ട് കന്നഡത്തിൽ ഇറക്കേണ്ട ആവശ്യവുമുണ്ട്. ഇംഗ്ലീഷിലും നമുക്ക് ഇറക്കി അതിനെ നമ്മുടെ സൈറ്റുകളിലേക്കൊക്കെ, വെബ്സൈറ്റൊക്കെ ഇപ്പോൾ തുറന്നാൽ അധികമുള്ളത് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിന്റെയും ഷിയാന്റെ നെട്ടുകളാണ്. സുന്നികളായ ആളുകളുടെ മസ്അലകൾ പരതാൻ പറ്റുന്ന വെബ്സൈറ്റുകളൊന്നും കാണുന്നില്ല. അതിനുള്ള ഏറ്റവും നല്ല അവസരങ്ങളായി കിതാബുകളെ മുതാല ചെയ്ത് അതിന് വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നെട്ടുകളിലേക്കും ജനങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സഹായിയായിട്ട് മാറും. ഉസ്താദ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് ഉസ്താദിനോട് കൂടെ നിൽക്കലും ഈ സേവനങ്ങൾക്ക് ശുക്ർ ചെയ്യലും കൂടിയാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കിതാബാണ് കശ്ഫു ശുബ്ഹാത്ത് അമ്മ യതഅല്ലഖു ബിൽ അംവാത്ത്. ഇത് ഏത് മഹലിലും പലപ്പോഴും ഭിന്നതകളിലേക്ക് കാരണമാകുന്ന, പലപ്പോഴും മസ്അലകൾ അറിയാതെ കുടുങ്ങി പോകുന്ന, കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ള മസ്അലകളുമായി ബന്ധപ്പെട്ട കിതാബാണ് കശ്ഫു ശുബ്ഹാത്ത് അമ്മ യതഅല്ലഖു ബിൽ അംവാത്ത്. മരിച്ചവരുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങൾ പറയുന്ന കിതാബ്. ഈ കിതാബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ശർഈയായ നിയമങ്ങൾ, ഫിഖ്ഹിയായ നിയമങ്ങൾ എങ്ങനെയാണ് മരിച്ചവരുമായിട്ടുള്ള പല നമുക്കറിയാത്ത, പലപ്പോഴും ആളുകൾ ചോദിച്ചപ്പോഴൊക്കെ ആ ചോദ്യം കേട്ട് ഞങ്ങൾ ഒരു കാതിൽ കേട്ട് മറ്റൊരു കാതിൽ വിടുകയും ഇനൊരു പ്രാവശ്യം നോക്കാമെന്ന് വിചാരിക്കുകയും ചെയ്ത് പിന്നെ മറക്കുകയും രണ്ടാമത്തെ സംഭവം വരുമ്പോൾ അങ്ങനെ അതും ആലോചിച്ച് അത് അങ്ങനെ വിടുകയും ചെയ്ത എത്രയോ മസ്അലകൾ നമ്മുടെ ജീവിതത്തിൽ. ആ മസ്അലകൾക്കൊക്കെയുള്ള ഉത്തരം ഈ കിതാബിലുണ്ട്. ഇതിൽ ആദ്യം ഫിഖ്ഹിയായ മസ്അലകളാണ് ഉസ്താദ് അവറുകൾ ഇതിൽ പിന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ശേഷം അഖീദയായിട്ടുള്ള, ഈത്തിഖാദിയായിട്ടുള്ള മരിച്ചവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ വിശദീകരണം ഉസ്താദ് അവർ നടത്തിയിട്ടുണ്ട്. അതിൽ ഫിഖ്ഹിയ മസ്അലകൾ ഈ ഗായിബായ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, മറഞ്ഞ മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം ചിലപ്പോൾ അടുത്ത നാടുകളിലായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വലിയ നാടായിരിക്കും, ആ നാട്ടിൽ ഏതോ ഒരു മൂലയിലായിരിക്കും ഒരു മയ്യത്ത് മരണപ്പെട്ടിട്ടുണ്ടാവുക. എങ്കിൽ ആ മയ്യത്തിനെ കുറിച്ച് ഗായിബായ മയ്യത്ത് എന്ന് പറയുമോ, ഗായിബായ മയ്യത്തിന്റെ നിസ്കാരം അവിടെ നടത്താൻ പറ്റുമോ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെ ഉസ്താദ് പറയുന്നുണ്ട്. അതേപോലെ ഈ സമയമാകുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ അവരുടെ മേൽ എപ്പോഴാണ് നിസ്കാരം നിർബന്ധമാവുക, നിസ്കാരം നിർബന്ധമാകാതിരിക്കുക, പലപ്പോഴും മഹല്ലിൽ നിൽക്കുന്ന ആളുകൾ കൺഫ്യൂഷൻ ആകുന്ന വിഷയങ്ങളാണ്. അതേപോലെ കുളിപ്പിക്കാനും തൈമമെടുക്കാനും പ്രയാസമായ മയ്യത്തുകൾ, ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ പറ്റൂലേ, നിസ്കരിക്കാതിരുന്നാൽ ആ നാട്ടുകാരൊക്കെ പ്രശ്നത്തിലാവും, വീട്ടുകാരൊക്കെ കുടുംബക്കാരൊക്കെ പ്രശ്നത്തിലാവും. അപ്പൊ അവിടെ ആ മയ്യത്തിനെ കുളിപ്പിക്കാതെ തൈമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടെങ്കിൽ ആ മയ്യത്തിന്റെ മേൽ എങ്ങനെയാണ് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള മസ്അലകൾ പറയുന്നുണ്ട്. അതേപോലെ മയ്യത്തിലേക്ക് നോക്കുന്നതുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഇന്ന് നാട്ടിൽ നടക്കുന്ന പ്രവണതയാണ് ഓരോ മയ്യത്തിലേക്ക് ഓരോരുത്തർ വന്ന് നോക്കുക എന്നുള്ളത്. അത് കറാഹത്താണോ അല്ലേ എന്നുള്ളതും, അതേപോലെ ഒരു മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ 3 കഫൻ വസ്ത്രങ്ങൾ ആവശ്യമാണോ അല്ലേ, അതേപോലെ ഖബർ മാന്തൽ പറ്റൂല, പക്ഷെ മാന്തൽ പറ്റുന്ന സമയങ്ങളുണ്ട്, അതെപ്പോഴാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ ഇന്നത്തെ കാലത്തോട് ആവശ്യമായ മസ്അലകളാണ് ആ കിതാബിൽ കാണാൻ കഴിയുന്നത്. അതേപോലെ ഈ കഫനിന്റെ ഉള്ളിൽ മൈലാഞ്ചിന്റെ ഇലകളിടുന്ന പതിവുണ്ട് ഓരോ നാട്ടിലും. പലരും അതിനൊരു വലിയൊരു ഇബാദത്തായിട്ടും ബറക്കത്തായിട്ടാണ് കാണുന്നത്. അതിന്റെ വിധി എന്ത് പറഞ്ഞിട്ട് ഉസ്താദുകൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ മയ്യത്തിന്റെ മേലുള്ള പെണ്ണുങ്ങളുടെ നിസ്കാരം, ഇന്ന് അധിക നാട്ടുകളിലും മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് നിസ്കാരമെന്നുള്ള ഒരു വാശിയും നിർബന്ധ ബുദ്ധിയും ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ ഒരു മയ്യത്തിനെ തൊട്ട് ഒരാളെ ഹജ്ജ് ഉംറ ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ വിധി, ഉളുഹിയത്ത് കൊടുക്കാൻ പലരും ചോദിക്കും. അപ്പൊ അവർ മരിച്ച ആളെ പേരിൽ ഉളുഹിയത്ത് കൊടുക്കാൻ പറ്റുമോ, അതേപോലെ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളുടെ ഖബർ കെട്ടിവെക്കുന്നതും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മസ്അലകളൊക്കെ ഇതിൽ കാണാം. പിന്നെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള മസ്അലയാണ് ഒരു നാട്ടിൽ മരിച്ചാൽ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യത്തിനെ നഖ്ല് ചെയ്യൽ, അതും പറ്റുന്ന സമയങ്ങൾ ഉണ്ടോ ഇല്ലേ, അതും വിശദീകരിക്കുന്നുണ്ട് ആ കിതാബ്. അതേപോലെ ഒരു വലിയൊരു മനുഷ്യൻ ദൂരത്തുനിന്ന് ബഈദായ ഒരു മയ്യത്തിനെ കറാമത്ത് കൊണ്ട് ഇവിടെ ഷാഹിദായിട്ട് തന്നെ കണ്ടു, ഹാദിറായിട്ട് തന്നെ കണ്ടു, എങ്കിൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്, അദ്ദേഹത്തിന് ആ മയ്യത്തിന്റെ മേൽ ഗായിബായി നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തസ്ബീത്ത് അതിന്റെ സമയം എപ്പോഴാണെന്നുള്ളതും, ഖബർ അതിന്റെ മേലുള്ള ചുംബനങ്ങൾ അത് പറ്റുകയില്ല എന്നുള്ളതും, ഖബറിന്റെ മേൽ പലപ്പോഴും ചില മഹാന്മാരുടെ ഖബറിന്റെ മേൽ പുഷ്പങ്ങൾ ഇങ്ങനെ വിതരാറുണ്ട്, അതേപോലെ വസ്ത്രങ്ങൾ പടങ്ങൾ ഇടാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, കുബ്ബകൾ കെട്ടിപ്പൊക്കാറുണ്ട്, അതേപോലെ ജാമഖത്തം നടത്താറുണ്ട്, ചില ഖബറിന്റെ അടുത്ത് വിളക്ക് കത്തിക്കാറുണ്ട്. ഇതിന്റെയൊക്കെ വിധികൾ പറയുന്ന വളരെ അത്യപൂർവമായ അമോഘമായ ഈ ഗ്രന്ഥമാണ് കശ്ഫു ശുബ്ഹാത്ത് അമ്മാ യതഅല്ലഖു
തഅല്ലഖു ബിൽ അംവാത്ത്. ഇതിന്റെ ശൈലിയും മാഷാ അല്ലാഹ് ഓരോന്നിനും ഓരോ മസ്അലകൾക്കും ഉസ്താദ് അവറുകൾ തെളിവുകൾ ഉദ്ധരിക്കുകയും എന്നിട്ട് അവിടെ ആ തെളിവുകളെ കൊണ്ട് അതിലൂടെ ഈ മസ്അല കിട്ടുമെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന ശൈലി ഈ കിതാബിനെ വല്ലാതെ സൗന്ദര്യപ്പെടുത്തുന്നുണ്ട്. ഒരു തെളിവ് ആദ്യം വിഷയം പറയും, എന്നിട്ട് തെളിവ് പറയും, എന്നിട്ട് ആ തെളിവിനെ ഉസ്താദ് അവർ സമർത്ഥിക്കും. ആ ഒരു ശൈലി ഏതൊരാളെയും ഓതുന്ന ആളെ ആ വിഷയം സമ്പൂർണമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന മാത്രമുള്ള ശൈലിയാണ്. അതുകൊണ്ട് ഈ കിതാബ് ഏതൊരാളും വായിക്കേണ്ട, മുതാല ചെയ്യേണ്ട കിതാബാണ് കശ്ഫു ശുബ്ഹാത്ത് അമ്മാ തഅല്ലഖു ബിൽ അംവാത്ത്. മൂന്നാമത്തെ കിതാബാണ് അൽ ബുർഹാനുൽ അഖ്വം ഫി അദില്ലത്തി സവാദിൽ ആദം. ഇത് കർണാടകത്തിന്റെ ചരിത്രത്തിൽ പറയാം ആദ്യമായിട്ടുള്ള അഹ്ലുസുന്ന വൽ ജമാഅ. നമുക്ക് ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ഏറ്റവും മനുഷ്യന് സാന്ത്വനം വേണ്ടത് ഉഖ്റവിയായ സാന്ത്വനമാണ്. ആ സാന്ത്വനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കിതാബിനെ കണുകൂട്ടിയത്. മാഷാ അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ആഴ അകലങ്ങളിൽ ഇറങ്ങി വഹാബികളുടെ കരൾ മാന്തിയ കിതാബാണ് പരിശുദ്ധമായ അൽ ബുർഹാനുൽ അഖ്വം ഫി അദില്ലത്തി സവാദിൽ ആദം. ഈ കിതാബ് കർണാടകത്തിന്റെ ചരിത്രത്തിൽ ഇനി ഇൻഷാ അല്ലാഹ് ദർസ് മേഖലകളിൽ ചിലപ്പോൾ കിതാബുകളായി ഓതാൻ പറ്റുന്ന, സിലബസായി ആക്കാൻ പറ്റുന്ന കിതാബായിട്ട് മാറുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്ന് ധാരാളം ആളുകൾ, അവാമുന്നാസ്, അവരുടെ മനസ്സുകളിൽ നിന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചിന്തകൾ മാറുകയും അതിനെക്കുറിച്ച് ഒരു കേവലമായി ചിന്തിക്കുകയും വഹാബിയത്തിനെ കുറിച്ചുള്ള ആ മുമ്പത്തെ വല്ലാത്ത സീരിയസ്നെസ് അതൊക്കെ മാഞ്ഞു പോവുകയും ഇന്നൊക്കെ ഏതായാലും നടക്കുമെന്നുള്ള ചിന്തകളുള്ള കാലത്ത് മഹല്ലുകളിലൊക്കെ പലരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയം പറയേണ്ട, വഹാബികളുമായി എതിർത്ത് പറയുന്ന ആ ലെവലിലേക്ക് ആളുകൾ എത്തുകയും സ്വന്തം വീട്ടിൽ വരെ മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ വഹാബിയത്തിന് കെട്ടിച്ചു കൊടുക്കുന്നത് പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ഈ കാലത്ത് ഈ കിതാബ് ഒരാൾ ഓതിപ്പടിച്ച് ആ നാട്ടിലെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ആ നാട്ടിലെ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആളുകളായി, ഉസൂഖുള്ള ഈമാനുള്ള ആളുകളായി മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ കിതാബിലുള്ള എഴുത്ത് ആധുനിക യുഗത്തോട് യോജിച്ചുകൊണ്ടുള്ള, അതേപോലെ ഓതി തീർക്കാൻ പറ്റുന്ന നിലക്കാണ് ഉസ്താദ് അവർ എഴുതിയിട്ടുള്ളത്. അത് കിതാബ് എടുത്തു വാങ്ങിയ ഓതുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും. അതിന്റെ തുടക്കം തന്നെ ഉസ്താദ് തുടങ്ങുന്നത് ലിമ അകൂനു സുന്നിയൻ, ഞാൻ എന്തുകൊണ്ട് സുന്നിയാകണമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട്, ആ ഹെഡിങ് ഇട്ടുകൊണ്ടാണ് ഉസ്താദ് തുടങ്ങുന്നത്. ആ ഹെഡിങ് ഇട്ടതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഇവിടെ ഓരോരുത്തരും വാദിക്കുന്നുണ്ട്, ഞങ്ങളാണ് സുന്നി, ഞങ്ങളാണ് ഹക്കായ ത്വരീഖിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് പലരും വാദിക്കുന്നുണ്ട്. അതിന് ഉസ്താദ് അവറുകൾ ഒരു അമോഘമായ ബൈത്തോടെ കൊടുക്കുന്നുണ്ട്. വകുല്ലുൻ യദ്ദഇ വസുലൻ ബിലൈല വലൈല ലാ തുഖിറു ബിദാക. എല്ലാവരും വാദിക്കുന്നുണ്ട് ലൈലയോട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ലൈല അതിനെ സമ്മതിക്കുന്നില്ല. അതുപോലെയാണ് എല്ലാവരും ഞങ്ങളാണ് സുന്നികൾ, ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകളെന്ന് വാദിക്കുന്നുണ്ട്, പക്ഷേ ആ സത്യം ഇവർ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ സത്യത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ തുടങ്ങുന്ന കിതാബിന്റെ ശൈലി മാഷാ അല്ലാഹ്. ഞാൻ എന്തുകൊണ്ട് സുന്നിയാകണമെന്ന ഹെഡിങ്ങിന് ഉസ്താദ് കൊടുത്ത തെളിവുകൾ 10 ആയത്തുകളാണ്, 10 ഹദീസുകളാണ്. അത് ഓരോന്നും വഹാബിന്റെ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കുത്തുന്ന ഹദീസുകളും ആയാത്തുകളുമാണ്. ആയാത്തുകൾ ഹദീസുകളൊക്കെ പറഞ്ഞ് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഉലമാ ആ മാർഗത്തിൽ സഞ്ചരിച്ചത് പറഞ്ഞിട്ട് ആ ഉലമാന്റെ ഇത്തിബാഉം കൂടി ഉസ്താദ് എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടെ കൂടെ കണ്ടത് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് പാരമ്പര്യത്തോടെ ഭദ്രമായിട്ടുള്ള ഇസ്നാദുള്ള സനദുള്ള സുന്നത്ത് ജമാഅത്താണ്. അതിന് ഉസ്താദ് അവറുകൾ കാന്തപുരം ഉസ്താദ് മുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആ ഭദ്രമായ സനദിനെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. താജുൽ ഉലമാ തങ്ങൾ അവരുടെ സനദ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഖുതുബി ഉസ്താദിലൂടെ, സൈനുദ്ദീൻ അൽ മഖ്ദൂമിലൂടെ, ഇബ്നു ഹജർ റഹിമഹുള്ളയിലൂടെ, ജലാലുദ്ദീൻ അൽ മഹല്ലിയിലൂടെ, ഇമാം നവവിയിലൂടെ, ഗസ്സാലി ഇമാമിലൂടെ, ഹറമൈൻ ഇമാമിലൂടെ, മുസ്നി ഇമാമിലൂടെ, ഷാഫി ഇമാമിലൂടെ, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിലൂടെ, സഅദ് ഇബ്നു അബി വഖാസ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ, ഈ സ്വഹാബത്തുകളിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ആ അമോഘമായ പാരമ്പര്യം ഏതൊരു മുസ്ലിയാരിനെയും ഏതൊരു മൊയിലാരിനെയും ഞങ്ങൾ സുന്നിയായത് എന്തുകൊണ്ടാണെന്നും ആ സുന്നിയായതിനുള്ള പവർ ആ മനസ്സിലാക്കാനുള്ള സനദ് നമുക്കത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വഹാബത്തിന്റെ ഉദാഹരണങ്ങൾ ധാരാളം അതിൽ പറയുന്നുണ്ട്. ഇസ്തിഗാസ ചെയ്തതിനും തവസ്സുൽ ചെയ്തതിനും മൗലിദ് നടത്തിയതിനും അതേപോലെ മരിച്ചവരുടെ പേർ സദഖം കൊടുത്തതിനും തറാവീഹ് നിസ്കാരത്തിനും ഖുത്ബ അറബി ഭാഷയിലാകണമെന്നുള്ളതിനും ജുമുഅക്ക് 2 ബാങ്കുണ്ടാകണമെന്നുള്ളതിനുള്ള തെളിവുകൾ സ്വഹാബത്തിൽ നിന്ന് ധാരാളം ഉസ്താദ് ഉദ്ധരിക്കുന്നുണ്ട് ഈ കിതാബിൽ. അതേപോലെ തർക്കുൽ മുവാലാത്ത്, അടുത്ത് അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
തർക്കുൽ മുവാലാത്തുമായി ബന്ധപ്പെട്ട് സുബ്ഹാനല്ലാഹ് ഒരു ആയത്ത് പറഞ്ഞതിന് 7 തഫ്സീറുകളാണ് ഉസ്താദുകൾ കൊടുത്തിട്ടുള്ളത്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹു വറസൂല പറഞ്ഞിട്ടുള്ള ആയത്തും അതിന്റെ 7 തഫ്സീറുകളിലൂടെ മനസ്സിലാകും ഇത് എന്തായാലും മുവാലാത്ത് വഹാബികളോടും ഈ പുത്തൻ പ്രസ്ഥാനങ്ങളോട് പറ്റില്ല എന്നുള്ളത് ആ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതിന് ഏറ്റവും ഒരു ശക്തി കൂട്ടുന്ന ഒരു ചരിത്രം കൂടി ഉസ്താദ് പറയുന്നുണ്ട്. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാം ദാരുൽ ഹിജ്റ അവരുടെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം മഹാനവറുകൾ ഖദരിയക്കാരോട് കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് ഉപദേശിക്കുന്ന ഉപദേശം അവിടെ പറയാൻ ആ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി തർക്കുൽ മുവാലാത്ത് എന്തുകൊണ്ട് പാടില്ല എന്ന് പറയാൻ 22 വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ചിലത് അൽ ബിദ്അതു കൽ കൽബ് ലാ യഖ്ബലു അമൽ അൽ മുബ്തദി ലാ യുസല്ലമു അലൈഹിം അൽ ഇഖ്തിദാഉ ഫി സ്വലാത്ത് തുടങ്ങിയിട്ടുള്ള 22 മാറ്ററുകൾ അവരുമായി മുവാലാത്ത് ഉപേക്ഷിക്കാൻ ഉസ്താദ് അവർ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോന്നിനും തെളിവുകൾ സഹിതമാണ് ഉദ്ധരിക്കുന്നത്, സ്വന്തമായി ഉസ്താദ് അവിടെ പറയാറില്ല. ഈ തെളിവുകളൊക്കെ പറഞ്ഞിട്ടാണ് ഇതിലൂടെ വിഷയങ്ങൾ സമർത്ഥിക്കുന്നത്. അതേപോലെ തൗഹീദും ഷിർക്ക് അടുത്ത മാറ്റർ. ഈ തൗഹീദ് ഷിർക്ക് അതിൽ ഇപ്പോ ഈ തദ്ബീർ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ നിയന്ത്രണം അല്ലാഹു അല്ലാത്തവർക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റൂലേ, എപ്പോൾ പറ്റും എപ്പോൾ പറ്റൂല എന്നുള്ള വിഷയം ഉസ്താദ് വളരെ വിശദമായി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. അതേപോലെ അല്ലാഹുവിന്റെ സിഫാത്തുകൾ വാജിബായ 20 സിഫാത്തുകൾ പണ്ട് മുതൽ ഞങ്ങൾ പഠിച്ചവരാണ്. ആ വാജിബായ 20 സിഫാത്തുകൾ അത് 4 ഖിസ്മുകളിലായിട്ടാണ് ഉള്ളത്. അതിൽ സിഫത്തു നഫ്സിയ, സിഫാത്തു സൽബിയ, മആനിയ, അൽ മഅനവിയ പറഞ്ഞിട്ടുള്ള ആ വിവിധങ്ങളായ ഖിസ്മുകൾ ഉസ്താദ് പറയുന്നുണ്ട്. അതിന് പേര് വരാനുള്ള കാരണം കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ട് നഫ്സിയയായി, എന്തുകൊണ്ട് സൽബിയയായി, എന്തുകൊണ്ട് മആനിയായി, എന്തുകൊണ്ട് മഅനവിയായി. അതേപോലെ തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, ഇത് ഇന്നത്തെ വഹാബികൾ വാദിക്കുന്ന പുതിയ വാദമാണ്. തൗഹീദുൽ ഉലൂഹിയ്യയും റുബൂബിയ്യയും. അത് തൗഹീദുർ റുബൂബിയ്യയിൽ മക്കയുടെ മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഉലൂഹിയയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു തൗഹീദ് അവർ ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ 2 തൗഹീദിനെ പഠിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് ആ സമർത്ഥിക്കുന്ന ശൈലി വളരെ അത്ഭുതമായിട്ടുണ്ട് കിതാബിൽ. അതേപോലെ ഇബാദത്തുമായി ബന്ധപ്പെട്ടത് തജ്സീം, അള്ളാഹുവിനെ ശരീരങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാദം നടത്തുക, തശ്ബീഹ് നടത്തുക. അതിൽ 18 ഉലമായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് അവറുകൾ അത് ശരിയല്ല എന്ന് അവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതേപോലെ അങ്ങനെ ശരീരം അള്ളാഹുവിലേക്ക് സ്ഥിരപ്പെടുത്തുന്ന ആളുകൾ, കൈയുണ്ട്, കാലുണ്ട്, അതേപോലെ മുഖമുണ്ടെന്ന് വാദിക്കുന്ന ആളുകളുടെ ഹുക്കം എന്താണ്? ചിലപ്പോൾ അവരെ കാഫിറാക്കേണ്ടി വരും, ചിലപ്പോൾ അവരെ കാഫിറാക്കാൻ പറ്റൂല. എപ്പോഴാണ് കാഫിറാക്കേണ്ടത്, എപ്പോഴാണ് കാഫിറാക്കാൻ പറ്റാത്ത പറഞ്ഞിട്ടുള്ള വിശദമായ വിവരണം മാഷാ അല്ലാഹ് അൽ ബുർഹാനുൽ അഖ്വം നമ്മോട് പറയുന്നുണ്ട്. അതേപോലെ തഫ്വീദ്, ആയാത്തുകളെ പരിശുദ്ധമായ ഖുർആന്റെ ആയാത്തുകളെ അതിനങ്ങനെ തന്നെ ലാഹിറായ മാനക്ക് എന്താക്കുക, അർത്ഥം വെച്ച് പറയുക. ഇത് പാടുണ്ടോ ഇല്ലേ എന്നുള്ള വിശദമായ വിവരണം. അഹ്ലുസ് സലഫ് എന്താണ് ആ വിഷയത്തിൽ അവർ ശീലിച്ച പതിവ് എന്താണ്, ഇപ്പത്തെ വഹാബികൾ സ്വീകരിക്കുന്ന മാർഗം എന്താണ്. അതേപോലെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തെളിവായി കൊണ്ട് വഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്തിവായെ കുറിച്ച് മാലിക് ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് കള്ളത്തരങ്ങളാണ്. മാലിക് ഇമാമുമായി ബന്ധപ്പെട്ട ആ വിവിധങ്ങളായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ ഈ റിവായത്താണ് ശരിയെന്ന് പറഞ്ഞ് ഉസ്താദ് അതിൽ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിനെ കണ്ടോ, മനാമിൽ കാണാൻ പറ്റുമോ, അതേപോലെ ആകാശത്തിലേക്ക് എന്തിനാണ് കൈ ഉയർത്തുന്നത്, അള്ളാഹു ആകാശത്തിലാണോ എന്നൊക്കെ അള്ളാഹുവിനേക്ക് സ്ഥലകാലങ്ങളെ നിർണ്ണയിക്കുന്ന സൂചനകളുള്ള ചില വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ച ഉസ്താദ് വിശദമായി അവിടെ നടത്തുന്നുണ്ട്. അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ചില ആളുകളൊക്കെ എന്തെല്ലാം കെട്ടി കളവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതേപോലെ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനൊരു കിതാബുൽ ഗുന്യവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന് എന്താക്കിയിട്ടുണ്ട്, തജ്സീമത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചില വാദങ്ങളൊക്കെ വഹാബികൾ ഉന്നയിക്കാറുണ്ട്. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്. അതേപോലെ തഫ്സീറുൽ ഖുർത്തുബിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്, അതിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ അശായിറത്ത് മാതുരിദിയ ഓരോ ഉസ്താദുമാരും മുദരിസുമാർ പഠിച്ചു വെക്കേണ്ട അതിന്റെ ലഫ്ദിയായ ഖിലാഫുകൾ, മാനവിയായ ഖിലാഫുകൾ വിശദമായി അൽ ബുർഹാനുൽ അഖ്വാം നമ്മോട് പറയുന്നുണ്ട്. അതേപോലെ ഒരു മുക്കല്ലഫിന്റെ മേൽ ആദ്യമായി വാജിബാകുന്നത് ഏതാണ്, അത് ചിന്തയാണോ പറഞ്ഞിട്ടുള്ള, നദറാണോ അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഈ കിതാബ് എന്ത് നിലക്കും എല്ലാ നിലക്കും പുകഴ്ത്തപ്പെടേണ്ട സ്തുത്യർഹമായ ഉസ്താദിലേക്ക് ഞങ്ങൾ ഈ വിഷയത്തിൽ ശുക്ർ പറയാൻ നിർബന്ധിതരായിരിക്കാം. കാരണം ഇത്തരത്തിലുള്ള ഒരു കിതാബ് കർണാടകത്തിന്റെ മണ്ണിൽ ഇറക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള കിതാബ് ഇത്രയും ജമ്മു ചെയ്തുകൊണ്ട് ഈ കിതാബ് നോക്കലോടുകൂടെ ഞങ്ങൾ തഫ്സീറിന്റെ കിതാബുകൾ നോക്കിയതുപോലെയായി, ഈ കിതാബ് നോക്കലോടുകൂടെ അഖീദയുടെ കിതാബുകൾ നോക്കിയതുപോലെയായി, ഉസൂലുൽ ഫിഖ്ഹിന്റെ കിതാബുകൾ നോക്കിയതുപോലെയായി, അതേപോലെ ഫിഖ്ഹിന്റെ കിതാബുകൾ നോക്കിയതുപോലെയായി. ഇങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് കിതാബുകൾ. ഈ കിതാബ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് നോക്കി തീർക്കാനുള്ള സാമർത്ഥ്യം വരുമെന്നാണ് എന്റെ അഭിപ്രായം. ഈ കിതാബിന്റെ ശൈലി മാഷാ അല്ലാഹ് സിമ്പിളായി വിവിധങ്ങളായ കോട്സുകൾ, സ്റ്റേറ്റ്മെന്റുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബാറത്തുകളൊക്കെ പറയുമ്പോൾ അതിനെ
സ്പേസ് വിട്ടുകൊണ്ട് ബോൾഡ് ചെയ്തുകൊണ്ട് സെറ്റപ്പ് ആയിട്ടാണ് കിതാബിന് ഇറക്കിയിട്ടുള്ളത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദ് അവറുകൾ ദീർഘമായ മുതാല ചെയ്യുന്ന ആളായതുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ ഉസ്താദിന് സ്വയം അറിയാം. അതുകൊണ്ട് ഇന്ന് ഓതുന്ന ആളുകൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുന്ന വേണ്ട വിചാരിച്ചിട്ടായിരിക്കും അതിന്റെ അക്ഷരങ്ങളൊക്കെ ബോൾഡ് ചെയ്ത് സ്പേസുകൾ കാത്തു സൂക്ഷിച്ച് വളരെ സുന്ദരമായ നിലക്കാണ് ആ കിതാബിനെ ഇറക്കിയിട്ടുള്ളത്. അതേപോലെ ഈ കിതാബുകളൊക്കെ മുതാല ചെയ്ത് നമുക്ക് ഈ ഉലമാഇന്റെ റഹ്മത്തൊന്ന് ഓർക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറു ഉലമാഇഹാ റുഹമാഉഹാ, എൻ്റെ ഉമ്മത്തിലെ ഉലമാഇന്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈർ അവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവരാണ്. സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ആയിരക്കണക്കിൽ നമ്മുടെ സംഘടനയുടെ അധീനത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ സാന്ത്വനം ഞങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്ന സാന്ത്വനങ്ങൾ ഒരാളെ രോഗം മാറ്റി കൊടുക്കാൻ, അയാളെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ്. അതൊക്കെ ദുന്യവിയായ പ്രതിസന്ധികൾ നേരിടുന്ന ആളുകൾ ചെയ്യുന്ന സാന്ത്വനങ്ങളാണ്, അത് വേണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും വലിയൊരു സാന്ത്വനം അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഒരു മനുഷ്യൻ കാരുണ്യനായി എന്നുള്ളതിനെ അറിയപ്പെടാൻ ഏറ്റവും വലിയ മാർഗം അദ്ദേഹത്തിലൂടെ ആളുകൾക്ക് ശരിയായ വിശ്വാസമുണ്ടാകുന്ന, ശരിയായ യഖീൻ ഉണ്ടാകുന്ന ഇൽമുകളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഉലമായിലെ ഏറ്റവും അഗ്രഗണ്യനായ തോക്കിയ ഉസ്താദ് അവർ ചെയ്തിട്ടുണ്ട്. ഈ ലോകവും ഈ ലോകത്തിന്റെ അപ്പുറവും പടക്കപ്പെടാനുള്ള കാരണം അത് അറിവും ആരാധനകൾക്ക് വേണ്ടി മാത്രമാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മിൻഹാജുൽ ആബിദീനിൽ പറഞ്ഞതുപോലെ ആ ദൗത്യം വേണ്ടതുപോലെ നിർവഹിച്ച മഹാനാണ് തോക്കിയ ഉസ്താദ് അവറുകൾ. അല്ലാഹു തആല അവിടത്തേക്ക് ഹിമ്മത്തും ദീർഘായുസ്സും ആഫിയത്തും ദീർഘമാക്കി കൊടുത്ത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെയും നമ്മയൊക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസരത്തിന് എല്ലാവിധ ഹൃദയം നിറഞ്ഞ നന്ദികൾ പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.